ഉറ്റുനോക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ ഏറ്റവും വലിയ അട്ടിമറി നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കൊട്ടാരക്കര. ഇത്രയും കാലം ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഇവിടെ ഇക്കുറി കാര്യങ്ങൾ അത്ര സുഗമമല്ല. KN ബാലഗോപാലും മഹിളാ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ചേക്കേറിയ R രശ്മിയും തമ്മിലുള്ള പോരാട്ടം വെറുമൊരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് കൊട്ടാരക്കരയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമാണ്. ഇത് വെറുമൊരു മത്സരമല്ല, മറിച്ച് അഴിമതിയിലും കടക്കെണിയിലും മുങ്ങിയ പിണറായി സർക്കാരിനും ജനങ്ങളെ പിഴിഞ്ഞൂറ്റുന്ന ബാലഗോപാലിന്റെ നയങ്ങൾക്കുമെതിരെയുള്ള ജനരോഷത്തിന്റെ പ്രതിഫലനമാണ്. സംസ്ഥാനത്തിന്റെ ഖജനാവ് കാലിയാക്കി കേരളത്തെ കടക്കിണിയിലാക്കിയ ധനമന്ത്രി എന്ന ലേബലുമായിട്ടാണ് ബാലഗോപാൽ ഇക്കുറി വോട്ട് ചോദിക്കാൻ വരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം വീട് ഭരിക്കാൻ അറിയാത്തവൻ നാട് ഭരിക്കാൻ ഇറങ്ങുന്നത് പോലെയാണ് ബാലഗോപാലിന്റെ അവസ്ഥ. പെട്രോളിനും ഡീസലിനും നികുതി അടിച്ചേൽപ്പിച്ച സാധാരണക്കാരന്റെ നട്ടെല്ലൊടിച്ച മന്ത്രിക്ക് കൊട്ടാരക്കരയിലെ വോട്ടർമാർ എന്ത് മറുപടി നൽകുമെന്ന് കണ്ടറിയണം. ഓരോ തവണ ഇദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും കൊട്ടാരക്കരയിലെ വീട്ടമ്മമാരുടെ അടുക്കളയിൽ തീ പുകയാത്ത അവസ്ഥയായിരുന്നു. ജനങ്ങളെ ദ്രോഹിച്ച് ഖജനാവ് നിറയ്ക്കുന്ന ഈ സാമ്പത്തിക ശാസ്ത്രം ഇനി കൊട്ടാരക്കരയിൽ ചെലവാകില്ല. സ്വന്തം പാർട്ടിക്കുള്ളിലെ വിള്ളലുകൾ പോലും അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് CPM. 3 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആയിഷ പോറ്റിയെ പോലൊരു മുതിർന്ന നേതാവ് CPM വിട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറിയത് ബാലഗോപാലിന്റെ രാഷ്ട്രീയ പതനത്തിന്റെ തുടക്കമാണ്. സ്വന്തം അണികളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത മന്ത്രി എങ്ങനെയാണ് നാടിനെ നയിക്കുക എന്ന ചോദ്യം ഇന്ന് മണ്ഡലത്തിൽ ശക്തമാണ്. ഇവിടെയാണ് BJP സ്ഥാനാർത്ഥിയായി എത്തുന്ന R രശ്മി എന്ന പെൺകരുത്ത് പ്രസക്തമാകുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്ന് 58,000-ഓളം വോട്ടുകൾ നേടി. ഇന്നവർ BJP-യോടൊപ്പമാണ്. BJP-യുടെ സുശക്തമായ സംഘടനാ സംവിധാനവും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികളും രശ്മിക്ക് വലിയ പിൻബലമാണ് നൽകുന്നത്. മണ്ഡലത്തിലെ ഓരോ വീട്ടിലും രശ്മിക്ക് ഒരു സഹോദരിയുടെയോ മകളുടെയോ സ്ഥാനമുണ്ട്. സ്ത്രീ വോട്ടർമാർക്കിടയിൽ രശ്മിക്ക് ലഭിക്കുന്ന വലിയ പിന്തുണ ബാലഗോപാലിന്റെ ഉറക്കം കെടുത്തുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ രശ്മിയെ പോലൊരു നേതാവ് വരണമെന്ന് കൊട്ടാരക്കരയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ധനമന്ത്രി എന്ന നിലയിൽ കുറച്ച് റോഡുകൾ ടാർ ചെയ്തു എന്നല്ലാതെ കൊട്ടാരക്കരയിലെ കാർഷിക മേഖലയിലോ വ്യവസായ മേഖലയിലോ ബാലഗോപാൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? റബ്ബർ കർഷകരും കശുവണ്ടി തൊഴിലാളികളും പട്ടിണിയിലാകുമ്പോൾ മന്ത്രിയും മുഖ്യമന്ത്രിയും കണ്ണടച്ചിരിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പോലും സ്വന്തം പേരിൽ മാറ്റാൻ ശ്രമിക്കുന്നതല്ലാതെ ജനങ്ങൾക്ക് ഗുണകരമായതൊന്നും ഇവിടെ നടക്കുന്നില്ല. അഴിമതിയും കടക്കെണിയും ഇല്ലാത്ത ഒരു കൊട്ടാരക്കരയ്ക്കായി ജനങ്ങൾ ഇക്കുറി വോട്ട് ചെയ്യും. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന ഗ്യാരണ്ടിയും രശ്മിയുടെ ജനകീയ മുഖവും ചേരുമ്പോൾ ബാലഗോപാലിന്റെ പണക്കൊഴുപ്പും ഗുണ്ടാ രാഷ്ട്രീയവും ഇക്കുറി നിലം പരിശാകും. രശ്മിയുടെ സാന്നിധ്യം മണ്ഡലത്തിലെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന തരംഗം ചെറുതല്ല. പിണറായിയുടെ പോലീസിനെ പേടിക്കാതെ അഴിമതിക്കെതിരെ ശബ്ദമുയർത്താൻ രശ്മിക്ക് കഴിയുമെന്ന് കൊട്ടാരക്കരയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. പിണറായി വിജയന്റെ ഇരട്ടച്ചങ്ങൻ പ്രകടനം കൊണ്ട് ജനങ്ങളെ ഇനിയും പറ്റിക്കാമെന്ന് CPM കരുതേണ്ട. അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഈ സർക്കാരിനോടുള്ള പ്രതിഷേധം കൊട്ടാരക്കരയിലെ ഓരോ വീട്ടിലും പുകയുന്നുണ്ട്. ഹെലികോപ്റ്ററിൽ പറക്കുന്ന മുഖ്യമന്ത്രിക്ക് താഴെ നടന്ന് കഷ്ടപ്പെടുന്ന സാധാരണക്കാരന്റെ സങ്കടം മനസ്സിലാകില്ല. പരമ്പരാഗതമായി ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്ന ഈഴവ സമുദായവും ജനദ്രോഹ നയങ്ങളിൽ മനം മടുത്ത BJP-യിലേക്ക് അടുക്കുന്ന മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഇന്ന് രശ്മിയെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ആയിഷ പോറ്റി CPM-ന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുമ്പോൾ ഉറച്ച വോട്ടുകളുമായി രശ്മി വിജയത്തിലേക്ക് കുതിക്കും. ഇത് അഹങ്കാരവും ആത്മാഭിമാനവും തമ്മിലുള്ള പോരാട്ടമാണ്. ധനമന്ത്രി എന്ന നിലയിൽ കുറച്ച് റോഡുകൾ ടാർ ഇട്ടു എന്ന് പറയുന്നതല്ലാതെ കൊട്ടാരക്കരയിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകാനോ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ബാലഗോപാലിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള പദ്ധതികൾ തന്റെ പേരിലാക്കി മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്നാൽ ജനങ്ങൾ ഇന്നെല്ലാം കാണുന്നുണ്ട്. രശ്മി ജയിച്ചു വന്നാൽ കേന്ദ്രത്തിൽ നിന്നുള്ള വികസന പദ്ധതികൾ നേരിട്ട് കൊട്ടാരക്കരയുടെ മണ്ണിലെത്തുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്കുള്ളത്. ബാലഗോപാൽ കൊട്ടാരക്കരയുടെ വിധി എഴുതപ്പെട്ടു കഴിഞ്ഞു. പഴയ തോൽവികളുടെ ചരിത്രം ഇക്കുറി ആവർത്തിക്കാൻ പോവുകയാണ്. മന്ത്രിയുടെ ബാഗ് മടക്കി വിശ്രമിക്കാൻ സമയമായിരിക്കുന്നു. കാരണം കൊട്ടാരക്കര ഇക്കുറി മാറ്റത്തിന് വേണ്ടിയാണ് തയ്യാറെടുക്കുന്നത്. ആ മാറ്റത്തിന്റെ പേരാണ് R രശ്മി. അഴിമതിയുടെ ചങ്ങലക്കെട്ടുകൾ തകർക്കുമെന്ന് ഉറപ്പാണ്. കൊട്ടാരക്കരയിലെ വോട്ടർമാർ ഇക്കുറി വെറും വികാരത്തിനല്ല, മറിച്ച് വിവേകത്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് KN ബാലഗോപാലിന്റെ ചങ്കിടിക്കുന്നത്? അതിനുള്ള ഉത്തരം തേടിയാൽ നമ്മൾ എത്തുക പിണറായി സർക്കാരിന്റെ പരാജയങ്ങളിലേക്കാണ്.
സംസ്ഥാനത്തിന്റെ ധനമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ജനങ്ങൾ ആദ്യം ചോദിക്കുന്നത് ഞങ്ങളുടെ നികുതി പണം എവിടെയെന്നാണ്. പെട്രോൾ അടിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഓരോ കൊട്ടാരക്കരക്കാരനും അധിക നികുതി നൽകേണ്ടി വരുന്നത് ബാലഗോപാലിന്റെ സാമ്പത്തിക പരാജയം കൊണ്ടാണ്. കേരളത്തെ വലിയൊരു കടക്കിണിയിലേക്ക് തള്ളിയിട്ട ഈ ധനമന്ത്രി സ്വന്തം മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വെറും തമാശ തന്നെയാണ്. വായ്പയെടുത്ത് കടം വീട്ടുന്ന ഒരു സർക്കാരിന്റെ വക്താവായ ബാലഗോപാലിന് ഇക്കുറി കൊട്ടാരക്കരയിലെ യുവാക്കൾ നൽകാൻ പോകുന്നത് കനത്ത തിരിച്ചടിയായിരിക്കും. അവർക്ക് വേണ്ടത് തൊഴിലാണ്, അല്ലാതെ കിറ്റും വാഗ്ദാനങ്ങളുമല്ല. ഇനി മറ്റൊരു പ്രധാന കാര്യം ആയിഷ പോറ്റി എന്ന ഘടകമാണ്. CPM-ന്റെ കുത്തകയായിരുന്ന കൊട്ടാരക്കരയെ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച ഒരു നേതാവ് ഇന്ന് കോൺഗ്രസ് പാളയത്തിലാണ്. എന്തുകൊണ്ട് അവർക്ക് CPM വിടേണ്ടി വന്നോ? പിണറായി വിജയന്റെ ഏകാധിപത്യവും ബാലഗോപാലിന്റെ അവഗണനയുമാണ് അവരെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. CPM-നുള്ളിലെ ഈ വലിയ പൊട്ടിത്തെറി ബാലഗോപാലിന്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാക്കും. രശ്മി വെറുമൊരു സ്ഥാനാർത്ഥിയല്ല, മറിച്ച് മാറ്റത്തിന്റെ പ്രതീകമാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിനായി പൊരുതിയ അവർ ഇന്ന് BJP-യിലേക്ക് വരുമ്പോൾ അത് വോട്ടർമാർക്കിടയിൽ ഒരു പുതിയ പ്രതീക്ഷ തന്നെ നൽകുകയാണ്. കൊട്ടാരക്കര ഇക്കുറി ഒരു പുതിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് വെറും ഒരു വോട്ട് രേഖപ്പെടുത്തലല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി തുടരുന്ന രാഷ്ട്രീയ കുത്തകയെ തകർത്തെറിയാനുള്ള ജനകീയ മുന്നേറ്റമാണ്. സംസ്ഥാന ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നവർ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുമ്പോൾ ആ രശ്മി എന്ന കരുത്തുറ്റ കാവ്യ പോരാളി ഉയർത്തുന്ന വെല്ലുവിളി CPM-ന്റെ ഉറക്കം കെടുത്തുകയാണ്. സംസ്ഥാനത്ത് നീതിന്യായ വ്യവസ്ഥയും മറ്റു സ്വാതന്ത്ര്യ സ്ഥാപനങ്ങളെയും CPM-ന്റെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നയങ്ങൾക്ക് ബാലഗോപാൽ നൽകുന്ന പിന്തുണ കൊട്ടാരക്കരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ അന്വേഷണ ഏജൻസികളെ വെല്ലുവിളിക്കുന്ന സർക്കാർ രീതി ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് രശ്മി കേവലം ഒരു സ്ഥാനാർത്ഥിയല്ല, മറിച്ച് കൊട്ടാരക്കരയുടെ പ്രതീക്ഷയാണ്. അഴിമതിരഹിതമായ ഭരണം, കേന്ദ്ര പദ്ധതികളുടെ കൃത്യമായ വിതരണം, സ്ത്രീ ശാക്തീകരണം എന്നിവ മുൻനിർത്തി രശ്മി നടത്തുന്ന പ്രചാരണം മണ്ഡലത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. CPM-ന്റെയും കോൺഗ്രസിന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടുകളെ തുറന്നു കാണിക്കാൻ രശ്മിക്ക് കഴിയുന്നത് BJP-ക്ക് വലിയ രാഷ്ട്രീയ മേൽക്കൈ നൽകുന്നുണ്ട്. CPM-ലെ മുതിർന്ന നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും ബാലഗോപാലിന് വലിയ തലവേദനയാണ്. സ്വന്തം തറവാട്ടിൽ തന്നെ കലാപം നടക്കുമ്പോൾ പുറത്തുള്ളവരെ നേരിടാൻ ഇദ്ദേഹത്തിന് കഴിയില്ല. ആയിഷ പോറ്റിയുടെ നിലപാടുകൾ ഇടതുപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുമ്പോൾ BJP-യുടെ ശക്തമായ സംഘടനാ സംവിധാനം രശ്മിയുടെ വിജയം ഉറപ്പിക്കുകയാണ്. പിണറായി വിജയന്റെ തണലിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ രാഷ്ട്രീയ ശൈലിക്ക് അന്ത്യം കുറിക്കാൻ കൊട്ടാരക്കര തീരുമാനിച്ചു കഴിഞ്ഞു. അഴിമതിയും ധൂർത്തും മുഖമുദ്രയാക്കിയ ഒരു സർക്കാരിനെ ഇനിയും നയിക്കാൻ അനുവദിക്കണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.